വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ചെറിയൊരു കറക്കാണ്. ഞാനും അനിയത്തിൻ്റെ മോനും അവൻ്റെ കൂട്ടുകാരനും കൂടെ വയലിലൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പരിചയമുള്ള ആളുടെ തോട്ടത്തിൽ നിന്ന് നമ്മളൊരു ഉണ്ണിക്കാമ്പ് വെട്ടിയെടുക്കാൻ തീരുമാനിച്ചു. കത്തി ഞങ്ങൾ കൊണ്ടേയില്ലായിരുന്നു, അതും അടുത്ത വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ചു. അപ്പോൾ ആര് വെട്ടുന്നുള്ള ചോദ്യമായി. ഉടനെ പൊന്നൂസ് എൻ്റെ അനിയത്തി പറഞ്ഞു, ഞാൻ വെട്ടിക്കൊള്ളാം ചേച്ചി എന്ന് പറഞ്ഞു. സോ അവൾ വെട്ടുന്ന രംഗങ്ങളാണ് ഞാൻ ഈ ഫുൾ വീഡിയോയിൽ പകർത്തിയേക്കുന്നത്. കുറച്ച് സമയം എടുത്തു. അവളുടെ ഹൈറ്റും വാഴയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. കുറച്ച് സമയം എടുത്തു. എന്നാലും അവൾ വെട്ടി താഴെ ഇട്ടു. അതിൽ നിന്ന് ഉണ്ണിക്കാമ്പ് എടുക്കാനുള്ള ശ്രമമാണ്. അത് പൊളിച്ചിട്ട് വേണം ഉണ്ണിക്കാമ്പ് എടുക്കാൻ. മൊത്തം പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സാധനമാണ് എടുക്കുക. ഉണ്ണിക്കാമ്പ് ഞങ്ങളവിടെ പറയുക. നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിലും സ്പെഷ്യൽ പേരുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിവേ ഞാൻ അവളത് മുഴുവൻ പൊളിച്ചെടുത്തു. അത്യാവശ്യം വലിയൊരു ഉണ്ണിക്കാമ്പ് തന്നെ കിട്ടി. വലിയെന്ന് വെച്ചാൽ നല്ല നീളമുണ്ട്. അവളുടെ നീളം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ആ നീളത്തിലുള്ള ഉണ്ണിക്കാമ്പ് കിട്ടി. അത് വെട്ടി സെറ്റാക്കി. പിന്നെ അടുത്ത രസം എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോകാൻ ഒരാൾ വേണം. അതാണ് അടുത്ത ചോദ്യം, ആര് കൊണ്ടുപോകും? പക്ഷേ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നില്ല. അപ്പോഴേക്കും ആൾ റെഡിയായി. അനിയത്തിൻ്റെ മോൻ ജിഞ്ചിലു പറഞ്ഞു ഞാൻ കൊണ്ടുപോകാമെന്ന്. അവനത് പിടിച്ചേ മതിയാവുള്ളൂ. കറയാവൻ ഡ്രസ്സിൽ നിന്നുണ്ടെന്ന് അവൻ കേട്ടില്ല. അങ്ങനെ അവൻ്റെ നിർബന്ധ ബുദ്ധിയോടെ ഞങ്ങൾ എന്ത് ചെയ്തു, ഉണ്ണിക്കാമ്പ് അവന് ഹാൻഡ് ഓവർ ചെയ്തു. ദെൻ അത് കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കാനുള്ള പരിപാടിയായി. വീട്ടിൽ കൊണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഇത് കൊണ്ടുപോകുന്ന വഴിയാണ്. ദെൻ തിരിച്ച് ഞങ്ങൾ വീണ്ടും വയലിലേക്ക് നടക്കാൻ ഇറങ്ങി. ഇങ്ങനെ കുറച്ച് നല്ല രസമായി ഈ ഭാഗം കാണാൻ. അവിടെ കുറച്ച് ഭാഗത്ത് നെല്ല് വിതച്ചിട്ടുണ്ട്. അത്യാവശ്യം ഞാറൊക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇതൊക്കെ വാഴയൊക്കെ വെട്ടിയ പോർഷനാണ് കേട്ടോ. പക്ഷെ അപ്പുറത്ത് ധാരാളം വാഴയുള്ളതുണ്ട്. ദെൻ ഉണ്ണിക്കാമ്പ് ഉപ്പേരി അമ്മേൻ്റെ വക അമ്മ വെച്ചിരുന്നു. ആദ്യം ചെറുതായി കൊത്തിയരിഞ്ഞു. നല്ല വൃത്തിയിൽ കൊത്തിയരിഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെച്ചു. ദെൻ ഇത് അതിൻ്റെ കൂട്ടാണ്. ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ ഇതെല്ലാം കൂടെ ചതച്ചതിന് ശേഷം മൂപ്പിക്കാനുള്ള സാധനം റെഡിയാക്കി. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ശേഷം നമ്മുടെ തേങ്ങാക്കൂട്ട്, പച്ചമുളക്, തേങ്ങ എല്ലാം കൂടെ ചതച്ച തേങ്ങാക്കൂട്ടും കറിവേപ്പില ഇട്ട് ആ എണ്ണയിൽ മൂപ്പിച്ചു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തേങ്ങേൻ്റെ പച്ചമണം മാറണം. തേങ്ങേൻ്റെ പച്ചമണം നല്ല വൃത്തിയിൽ മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് ഊറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഉണ്ണിക്കാമ്പ് നമ്മൾ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. നല്ലവണ്ണം ഇളക്കി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിക്കാമ്പ് തോരൻ റെഡി.